12ാമത്തെ ശ്ലോകം കഴിഞ്ഞു തോന്നുന്നു അല്ല. 12ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അതിൽ പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞിരുന്നു? ജഡദൃശ്യങ്ങളില് ഈ ഒരു എന്താണ് പ്രയോജനമില്ലാത്ത മോക്ഷാശ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രയോജനമില്ലാത്ത ആശ ഉണ്ടാക്കുന്നത്, ആശയുള്ളവരും അതേപോലെ മോഹകർമ്മണ നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുന്നവര്, മോഹജ്ഞാന ഉപയോഗമില്ലാത്ത ജ്ഞാനം സമ്പാദിച്ചവര്, അങ്ങനെയുള്ള മൂഢാത്മാക്കള് അജ്ഞാനത്തില് നമ്മളെ കുടുക്കിയിടുന്ന ആ രാക്ഷസ പ്രകൃതി അല്ലെങ്കിൽ ആശ്രിക പ്രകൃതി ആശ്രയിച്ചവരാണ് എന്നാണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ പ്രകൃതിയെ ആശ്രയിക്കുന്നവര്, ഏതാണ് പ്രകൃതി എന്ന് പറഞ്ഞത്? പ്രകൃതി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഈ ജഡദൃശ്യങ്ങളില് ആകർഷിച്ച് ഭ്രമിപ്പിക്കുന്നതാണ് പ്രകൃതി അല്ലെ. പ്രകൃതിയാണ് നമ്മളെങ്ങനെ ആകർഷിക്കുന്നത്. അപ്പൊ ആ ജഡദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാ? കാപട്യം ചതിയൊക്കെ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ജഡദൃശ്യങ്ങളില്, കാരണം എന്തുകൊണ്ടാണ് ചതി എന്ന് പറയാൻ കാരണം? അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല, പക്ഷെ ഉണ്ടെന്ന് നമ്മളിൽ തോന്നിപ്പിച്ച് അതിനോടുള്ളൊരു ആകർഷണം നമ്മൾക്ക് തോന്നുന്നു. അതാണ് ചതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ആകർഷിച്ച് നമ്മളുടെ ഉള്ളിൽ ഭ്രമം ഉണ്ടാക്കുകയാണ് ആ പ്രകൃതി. അപ്പൊ അങ്ങനെയുള്ള പ്രകൃതിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കുന്നവരാണ്, അവരുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കുന്നവരാണ്, അവര് സമ്പാദിച്ച അറിവുകളൊക്കെ ഫലമില്ലാത്തതാണ്, ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നവരാണ് അല്ലെ. അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പൊ തുടർന്ന് പറയുകയാണ്, ഇനി ഈ പ്രകൃതിയെ കൈവെടിഞ്ഞ എന്ന് പറഞ്ഞാൽ അത് രാക്ഷസിയും ആശ്രയുമായതാണ് ഈ പ്രകൃതി എന്ന് പറഞ്ഞു. അതിനെ വിട്ടുകളഞ്ഞ് സാത്വിക പ്രകൃതിയാണ് കൈകൊള്ളുന്നതെങ്കിൽ, നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള മഹാത്മാക്കള്, അവര് മഹാത്മാക്കള് എന്നാണ് അവർ. അങ്ങനെയുള്ള മഹാത്മാക്കള് ജീവിതത്തെ അവരെന്തിനാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ ഈശ്വര ബുദ്ധി അഭ്യസിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ജീവിതത്തെ കണക്കാക്കുന്നതാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മഹാത്മാക്കൾ അങ്ങനെയാണോ ഈ ജീവിതത്തെ, മനുഷ്യജന്മം നമ്മളൊക്കെ കേട്ടിട്ടില്ല, ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുന്നവര് മഹാത്മാക്കളാണ്. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? അവർ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നത് ഈശ്വര ബുദ്ധി അഭ്യസിക്കാനുള്ള വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് മഹാത്മാക്കൾ ഈ ജീവിതത്തെ കണക്കാക്കുക എന്നാണ്. അതാണ് തുടർന്ന് ഭഗവാൻ പറയാൻ പോകുന്നത്. 13ാമത്തെ ശ്ലോകത്തില് അതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ 13ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്യനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്തി അനന്യ മനസഃ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാക്കളാകട്ടെ ഇവരെന്താ ചെയ്യുന്ന? അല്ലയോ പാർത്ഥ, അല്ലയോ അർജുന, മഹാത്മാനത്തു, മഹാത്മാന പറഞ്ഞാൽ ആരാണ് മഹാത്മാക്കള്? മഹാത്മാന എന്ന് പറഞ്ഞാൽ മഹത്തായ സത്യത്തിൽ മനസ്സുറപ്പിച്ചിട്ടുള്ളവര്, അതാണ് മഹാത്മാക്കൾ. മഹത്തായ സത്യത്തിൽ മനസ്സ് ഉറപ്പിച്ചുള്ളവർ അവരെന്താ ചെയ്യുന്ന? ദൈവീം പ്രകൃതിയും ആശ്രിതാഹ എന്ന് പറഞ്ഞാൽ സാത്വിക പ്രകൃതി അവരെ ആശ്രയിക്കുന്നു. ദൈവീ പ്രകൃതി, സാത്വിക പ്രകൃതി, അതിനെ ആശ്രയിച്ച് അവരെന്താ ചെയ്യുന്ന? ഭൂതാദിം, എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും ആദികാരണമായ, ആദികാരണമായ അവ്യയം, ഒരിക്കലും നശിക്കാത്ത മാം, പരമാത്മാവായ എന്നെ, ജ്ഞാത്വ അറിയുന്നു. അറിഞ്ഞിട്ട് എങ്ങനെയാണ് അറിയുന്നത്? ഗുരുപദേശത്തോടുകൂടി ബുദ്ധിയുടെ തലത്തിൽ ആദ്യം അറിയുന്നു, സിദ്ധാന്തപരമായിട്ട്. അപ്പൊ ഗുരുപദേശം വഴി എന്നെ അവർ മനസ്സിലാക്കുന്നു. എന്നിട്ടോ അനന്യ മനസ്സഹ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്നെ തന്നെ കാണാൻ മനസ്സിനെ അഭ്യസിപ്പിക്കുന്നവരായി ഭജിക്കുന്നു എന്നാണ്. മനസ്സിനെ അവരെ പ്രാക്ടീസ് ചെയ്യണം. എന്തിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം? എല്ലായിടത്തും പരമാത്മാവായ എന്നെ കാണാൻ വേണ്ടി മനസ്സിനെ പരിശീലിക്കുന്നവരാണ് മഹാത്മാക്കള്. അച്ഛനോട് പറയാണ്. അപ്പൊ അവരെയാണ് മഹാത്മാക്കൾ എന്ന് പറയാം. മഹത്തായ ആ സത്യത്തിൽ മനസ്സുറപ്പിച്ചവര്. അവരാവട്ടെ അവരെന്താ ചെയ്യുന്ന? അവര് സാത്വിക പ്രകൃതിയാണ് അവരെ ആശ്രയിക്കുന്നത്.
അല്ലാണ്ട് ആശ്രി പ്രകൃതിയല്ല. സാത്വിക പ്രകൃതിയെ ആശ്രയിച്ച് ഇവിടെയുള്ള പ്രപഞ്ചത്തിന് മുഴുവൻ, പ്രപഞ്ച ഘടകങ്ങൾക്ക് മുഴുവൻ ആദ്യകാരണമായ, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും കുറവില്ലാത്ത ആ പരമാത്മാവായ എന്നെ ഗുരുവിന്റെ ഉപദേശം വഴി അവര് ധരിക്കുന്നു. ആദ്യം ഞാൻ ആരാണ്, എന്താണെന്നുള്ള അവർ മനസ്സിലാക്കുന്നു. ഗുരു ഉപദേശത്തിലൂടെ അവരെന്നെ മനസ്സിലാക്കുന്നു. എന്നിട്ടോ എല്ലായിടത്തും എന്നെ തന്നെ കാണാൻ മനസ്സിനെ അഭ്യസിക്കുന്നവരായിത്തീരുന്നു മഹാത്മാക്കള് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന് അഭ്യാസം ആവശ്യമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഇതിലേക്ക് വരാൻ പറ്റില്ല. അല്ല, ഇത് നമ്മൾ അഭ്യസിക്കണം. എന്തൊക്കെയാണോ കാണുന്നത്, യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പത് നാരായണ ശ്രുതികൾ. അപ്പൊ മനസ്സിനെ അങ്ങനെ അഭ്യസിപ്പിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിനെ അങ്ങനെ അഭ്യസിപ്പിച്ചില്ല എന്താ സംഭവിക്കുക? ഇതൊക്കെ വേറെ വേറെ ആയിട്ട് കാണും. അതിനോട് ഒന്നുകിൽ രാഗദ്വേഷങ്ങൾ, ഒന്നുകിൽ രാഗം അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ എന്ത് വേണം? ഇതൊക്കെ എന്റെ തന്നെ രൂപമാണ്. അപ്പൊ എല്ലായിടത്തും അതിനെ തന്നെ, എന്തൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ അത് മുഴുവൻ ആ പരമാത്മാവാണ് എന്നുള്ള രീതിയിൽ കാണാൻ മനസ്സിനെ അഭ്യസിപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരായി തീരുന്നു മഹാത്മാക്കള്. അതാണ് ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. അപ്പൊ ഈ സത്യാന്വേഷണത്തില് അല്ലെ, അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് എന്താണ്? ഗുരുപദേശം വഴി സത്യം എന്താണെന്ന് മനസ്സിലാക്കല്. അത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇതാണ് ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ബുദ്ധിയുടെ തലത്തിൽ, അതാണ് സിദ്ധാന്തപരമായിട്ട് വസ്തുബോധം ഉണ്ടാക്കുക. അപ്പൊ ഈ മുന്നോട്ടുള്ള യാത്രയില്, ആത്മാന്വേഷണത്തില് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തില്, സത്യാന്വേഷണത്തിന്റെ വഴിയില് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വസ്തുബോധം, വ്യക്തമായ വസ്തുബോധം. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കും. നമുക്ക് പോകേണ്ടത് ബാംഗ്ലൂരാണ്, ആശ്രമത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് എന്ന് വിചാരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷമാണ് പിന്നെ നമ്മൾക്ക് ആശ്രമത്തിലേക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യം മറന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ലക്ഷ്യം ഓർമ്മയില്ല, അല്ലെ? ആശ്രമത്തിലേക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യം മറന്നുപോയി, ലക്ഷ്യം നമ്മൾ വിട്ടുപോയി. പിന്നെ എന്ത് സംഭവിക്കുക? നമ്മൾക്ക് ആകെ പരിഭ്രാന്തി, എവിടേക്കാ പോകണമെന്നൊരു ഓർമ്മയില്ല, അല്ലെ? നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ആദ്യം ലക്ഷ്യം എന്താണ്, എനിക്ക് എത്തേണ്ടത് എവിടെയാണെന്നുള്ള ബോധം ആദ്യം വേണം. അതാണ് വസ്തുബോധം. അവിടെയാണ് എനിക്ക് എത്തേണ്ടത്, ലക്ഷ്യം വേണം. അപ്പൊ എനിക്ക് എത്തേണ്ടത് ബാംഗ്ലൂരാണ് എന്ന് ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏത് വഴിയിൽ എത്തി നിന്നാലും ആ ലക്ഷ്യബോധം ഉള്ളിലുണ്ട്, അല്ലെ? നമ്മൾ അത് അന്വേഷിച്ച് പിടിച്ച് നമ്മൾ അവിടെ എത്തിക്കോളും. എങ്ങനെയെങ്കിലും ചോദിച്ച് നമ്മൾ അവിടെ എത്തും. ശരിയല്ല? നേരെ വെച്ച് ബാംഗ്ലൂരാണ് പോകേണ്ടത് എന്നുള്ള അറിവില്ലെങ്കിലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ. ഏതാണ്? ലക്ഷ്യബോധമില്ല, എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, അങ്ങനെ വട്ടം കറങ്ങിയും കൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ വസ്തുബോധം, വ്യക്തമായ വസ്തുബോധം ഉണ്ടാവണം. ബുദ്ധിയുടെ തല, സിദ്ധാന്തപരമായിട്ട് അത് ആദ്യം ഉണ്ടാവണം. അപ്പൊ സത്യാന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത് എന്നുള്ളത്. അപ്പൊ എത്തേണ്ട സ്ഥലം അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അതറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യം ഇതാണെന്ന് വ്യക്തമായ അറിവുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വഴിയിൽ എവിടെ ചെന്ന് പെട്ടാലും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അന്വേഷിച്ച് പിടിച്ച് അവിടെ എത്തും. പതുക്കെ മുന്നോട്ട് പോയാലും മതി, അല്ലെ? നമ്മൾ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി നമ്മുടെ ലക്ഷ്യത്തിലെത്തും. അപ്പോ നമ്മൾ തൽക്കാലം എന്താണ്, നമ്മൾ കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും ഇനി സഗുണോപാസന ആയാലും, അല്ലെ, ഒരു ഈശ്വരന്റെ ഒരു രൂപം സങ്കല്പിച്ച് അതിനെ ഉപാസിക്കുന്ന രീതിയിലായാലും, ഇനി നിർഗുണോപാസന ആയാലും കുഴപ്പമില്ല. മാർഗം എന്തായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സത്യം എന്നുള്ളത് തന്റെ തന്നെ ആത്മാവാണ്, ഓരോരുത്തരെയും ഉള്ളിലുള്ള ആത്മാവാണ്. മനസ്സില് മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ചിത്തശുദ്ധി നേടിയിട്ട് തന്നിൽ തന്നെ ഉള്ള ആ സത്യത്തെ കണ്ടെത്താനാണ് ഈ ചെയ്യുന്ന സാധനാനുഷ്ഠാനങ്ങള് എല്ലാം എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ഉറപ്പ് വേണം നമ്മളുടെ ഉള്ളില് എന്നാണ് പറയുന്നത്. മാർഗം ഏതാവട്ടെ, കർമ്മയോഗം മാർഗമാവാം, ജ്ഞാനയോഗമാവാം, സഗുണോപാസനയാവാം, നിർഗുണോപാസനയാവാം, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് തന്റെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു. അതിലേക്കാണ് എത്തേണ്ടത്. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം?
ചിത്തശുദ്ധി നേടണം, മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യണം. അപ്പൊ ആ ചിത്തമാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ആ സത്യത്തിലേക്ക് തന്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ കണ്ടെത്താനാണ് ഉള്ള മാർഗങ്ങളാണ് സാധനാനുഷ്ഠാനങ്ങള്. അത് ഉള്ളിൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, അല്ലെ? നമ്മൾക്ക് പതുക്കെ പതുക്കെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം അത് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഉള്ളില് സ്വാഭാവികമായിട്ടും ഡിവൈൻ കോൾ, ദൈവീ പ്രകൃതി വികസിക്കും എന്നാണ് പറയുന്നത്. ഉള്ളില് ദൈവീ പ്രകൃതി വികസിക്കാൻ തുടങ്ങും. അപ്പൊ ദൈവീ പ്രകൃതി വികസിക്കുന്ന സത്വഗുണം വർദ്ധിക്കാൻ തുടങ്ങും, തമസ്സും രജസ്സും കുറയാൻ തുടങ്ങും. തമോ ഗുണവും രജോ ഗുണവും കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ലൗകിക സുഖങ്ങളിൽ പതുക്കെ പതുക്കെ വിരക്തി വരും എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ പണ്ട് നമ്മളെ ഭൗതിക തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് അതൊന്നും അത്രയധികം ആകർഷിക്കുന്നുണ്ടാവില്ല. ശരിയാണോ? വ്യത്യാസം വന്നില്ലേ? എത്ര പേർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്? വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ കാരണം? നമ്മളുടെ ഉള്ളിൽ ആ സാത്വിക പ്രകൃതി ദൈവീ പ്രകൃതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന് കാരണം. സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്തോറും ചിത്തമാലിന്യം കുറയും തോറും ദൈവീ പ്രകൃതി വികസിക്കാനായിട്ട് തുടങ്ങും. അപ്പോ അങ്ങനെ സ്വാഭാവികമായിട്ടും ഭൗതിക തലത്തിൽ ലൗകികമായ സുഖങ്ങളില് പതുക്കെ പതുക്കെ വൈരാഗ്യം വളരാൻ തുടങ്ങും. പിന്നെ തുടർന്ന് എന്താ സംഭവിക്കുക? ഉള്ളില് ഡിവൈൻ ക്വാളിറ്റീസ് വികാസം പ്രാപിക്കും. ഡിവൈൻ ക്വാളിറ്റീസ് ഉണ്ടാവാൻ തുടങ്ങും. എന്തൊക്കെയാണ്? കമ്പാഷൻ, കാരുണ്യം, എല്ലാറ്റിനെയും സമദർശന, സമഭാവന, ഭയമില്ലാതെ, ഇതൊക്കെ ദൈവീ സമ്പത്തുകളാണ്. അതൊക്കെ ഉള്ളിൽ വളരാൻ തുടങ്ങും. പിന്നെ ഉള്ളിൽ സത്വഗുണം നിറയും, സത്വഗുണ പ്രകാശം നിറയും എന്നാണ് പറയുന്നത്. ഉള്ളിൽ അതാണ് ദൈവീ പ്രകൃതി വികസിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഉള്ളിൽ സത്വഗുണം വരുന്നു. പിന്നെ തുടർന്ന് എന്താ സംഭവിക്കുക? ചിത്തം ശുദ്ധമാവാൻ തുടങ്ങും. മനസ്സിലെ ചിത്തമാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, പിന്നീട് എല്ലായിടത്തും ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ ആ മനസ്സിന് കരുത്തു വരും എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ സഗുണമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിർഗുണമായിട്ട്. സഗുണം എന്ന് പറഞ്ഞാൽ കാണുന്ന രൂപങ്ങളിലൊക്കെ ഈശ്വരനെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് വേണം ചിത്തത്തിന്, മനസ്സിന് എന്നാണ്. ചിലപ്പോൾ രൂപങ്ങളിലല്ല, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ശക്തി വരും മനസ്സിന്, ചിത്തത്തിന് എന്നാണ്. ഇനി തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഇഷ്ടദേവതയെ ഉപാസിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹത്തിന് വേണ്ടിയല്ല, നിഷ്കാമമായ ഉപാസന, ഇഷ്ടദേവത ഉപാസന നിഷ്കാമമായിട്ടാണ് പരിശീലിക്കുന്നതെങ്കിലോ, ഈ പ്രപഞ്ചം മുഴുവനും ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടോ അത് ആ ഇഷ്ടദേവതയുടെ കളിയാണ്, ലീലയാണെന്ന് മനസ്സ് തന്നെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഈ മനസ്സിന്റെയും അനുഗ്രഹം നമ്മൾക്ക് വേണം ഈ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ. ഇല്ലെങ്കിൽ മനസ്സ് നമ്മളെ വേറെ വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മനസ്സിന്റെ കൃപയും ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മനസ്സ് തന്നെ അത് കാണിച്ചു തരും എന്നാണ് പറയുന്നത്. അത് സഗുണോപാസനയാണ് ചെയ്യുന്നെങ്കിൽ, സഗുണോപാസന പറഞ്ഞാൽ ഇഷ്ടദേവത, ഒരു ഇഷ്ടമുള്ള ഒരു ദേവതയുടെ രൂപത്തിൽ ആ ഈശ്വരനെ ആരാധിക്കുക. ഇനി നിർഗുണോപാസനയാണ് ചെയ്യുന്നതെങ്കിലോ, നിർഗുണോപാസന പറഞ്ഞാൽ ഒരു രൂപവും ഇല്ലാതെ അതാണ് ചെയ്യുന്നതെങ്കിൽ സത്വഗുണം ഉള്ളില് വർദ്ധിക്കും. എന്നിട്ട് ഉള്ളില് ആ എന്താണ് ബോധാനന്ദം, അല്ലെ, ആ ഉള്ള വസ്തു, അത് തന്നെ ഉള്ളിലുള്ള ആ ബോധം, പ്യുവർ കോൺഷ്യസ്, ശുദ്ധബോധം, അത് തന്നെയാണ് സത്യമെന്നും അത് തന്നെയാണ് പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എന്നും മനസ്സ് കാട്ടിത്തരും എന്നാണ് പറയുന്നത്. ആ സഗുണോപാസനയിലും നിർഗുണോപാസനയിലും കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ലക്ഷ്യബോധം ഉണ്ടാവണം, അതാണ് വളരെ പ്രധാനം. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും എല്ലാറ്റിലും ആ ഈശ്വരനെ കാണുന്നത്, അതാണ് അനന്യ മനസ്സായ ഭഗവത് ഭജനം. കാരണം മനസ്സ് വേറെ ഒന്നിലേക്കും പോകുന്നില്ല. എന്തൊക്കെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കണ്ടാലും അതൊക്കെ ഈശ്വര സ്മരണയിലേക്ക് എത്തും. ഇനി രൂപങ്ങളൊന്നും ഇല്ലെങ്കിലോ ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന അനുഭൂതി ഉണ്ടാവും, അനുഭവമുണ്ട്. അതാണ് അനന്യ മനസ്സായിട്ടുള്ള ഭഗവത് ഭജനം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഈ ഒരു അഭ്യാസം, ഭജനാഭ്യാസം എന്നാണ് അതിന് പറയുക, അല്ലെ? എല്ലായിടത്തും എല്ലാറ്റിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. അതുകൂടി നമ്മളുടെ ജീവിതത്തില് കൂടിച്ചേർത്താൻ പറ്റുമെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാവും എന്നാണ് പറയുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സഫലമാവും, ജ്ഞാനം, അറിവുകളൊക്കെ സഫലമാവും, ബുദ്ധി നഷ്ടപ്പെടാതിരിക്കും. നേരത്തെ പറഞ്ഞു
ഈ പ്രകൃതിയാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രകൃതിയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ എന്തൊക്കെ നഷ്ടം വരുമെന്നോ? ആഗ്രഹങ്ങളൊന്നും ഫലവത്താവില്ല, നിഷ്ഫലമാവും. കർമ്മങ്ങളൊക്കെ നിഷ്ഫലമാവും എന്ന് പറഞ്ഞു. ചെയ്യുന്നതൊന്നും സക്സസ്ഫുൾ ആവില്ല. നേടിയ അറിവുകളൊക്കെ നിഷ്ഫലമാവും പറഞ്ഞു. ബുദ്ധി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഏതിനെ ആശ്രയിച്ചാൽ? ഈ പ്രകൃതിയെ ആശ്രയിച്ചാൽ. നേരെ മറിച്ച് ആ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ, അത് സഗുണ രൂപത്തിലായി നിർഗുണ രൂപത്തിലായാലും ആശ്രയിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആഗ്രഹങ്ങളൊക്കെ സഫലമാവും. നേരെ ഓപ്പോസിറ്റാണ്. കർമ്മങ്ങളൊക്കെ സഫലമാവും, അറിവുകളെല്ലാം ഫലവത്താവും, ബുദ്ധി നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് ഉറപ്പ് വന്നിട്ടുള്ള ആളുകള്, എനിക്ക് ഈശ്വരനെയാണ് നേടേണ്ടത്, ഈശ്വര സാക്ഷാത്കാരമാണ് എനിക്ക് വേണ്ടത്, എന്റെ ജീവിതത്തിൽ ലക്ഷ്യം അതാണ്, ഇത് ഉറപ്പ് വന്നിട്ടുള്ള ആളുകള് എങ്ങനെയാണ് അനന്യ മനസ്സുകളായിട്ട് ഭജിക്കുന്നത്? ഏത് രീതിയിലാണ് ഭജിക്കുക? അതിന്റെ രീതിയാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് അനന്യ മനസ്സായിട്ട് ഭഗവാനെ ഭജിക്കുക? അപ്പൊ അത് ഭജിക്കണമെങ്കിൽ ആദ്യം ലക്ഷ്യം ഉറപ്പുവരണം. എന്താണ് ലക്ഷ്യം? ഈശ്വരൻ, ഭഗവാനെ പ്രാപിക്കുക, ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഇത് ഉള്ളിൽ ഉറക്കണം. അത് ഉള്ളിൽ ഉറച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉറപ്പുള്ളവര് എങ്ങനെയാണ് അനന്യ മനസ്സായിട്ട് ഭജിക്കുക ഈശ്വരനെ? അതിനെക്കുറിച്ചാണ് 14-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. 14-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. സതതം കീർത്തയന്തോ മാം യജന്തശ്ച ദൃഢവ്രതാ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. ഭഗവാൻ പറയണം, നിത്യയുക്ത. എന്താണ് നിത്യയുക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് നിത്യയുക്താഹ എന്ന് പറഞ്ഞാൽ? ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് ഉറപ്പ് വന്നിട്ടുള്ള ആളുകളെയാണ് നിത്യയുക്തന്മാര് എന്ന് പറയും. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ പ്രാപിക്കലാണ്, ഈശ്വരനെ നേടലാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. ഇത് ഉറപ്പ് വന്നിട്ടുള്ള ആളുകളാണ് നിത്യയുക്തര്. അപ്പൊ അങ്ങനെയുള്ള ആളുകള് സതതം കീർത്തയന്തഹ എന്നാണ്. അവരെന്താ ചെയ്യാ? സതതം, എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ്. കീർത്തയന്തഹ, സതതം കീർത്തയന്തഹ, എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കും, ഭഗവാന്റെ നാമം ഉച്ചരിച്ചും. പിന്നെയോ ദൃഢവ്രത യദന്തച, ഉറപ്പോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചും, തന്റെ ധർമ്മം എന്താണോ അതനുഷ്ഠിച്ചുകൊണ്ടും, നമസ്യന്തച എന്നാൽ ഭഗവാന്റെ സാന്നിധ്യത്തില് നമസ്കരിച്ചിട്ടും, പിന്നെയോ ഭക്തിയാമാം ഉപാസതേ, ഭക്തിയാമാം, ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമത്തോടുകൂടി മാം എന്നെ ഉപാസതേ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഭഗവാനെ പ്രാപിക്കലാണ്, ഈശ്വരനെ നേടലാണ്, ഈശ്വര സാക്ഷാത്കാരമാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഉറപ്പ് വന്നിട്ടുള്ളവർ എന്താ ചെയ്യാ? എല്ലായ്പ്പോഴും ഈശ്വരന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കും. പിന്നെയോ ആ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അവർ നിയന്ത്രിച്ചു നിർത്തും. അതോടൊപ്പം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും, ഫലത്തിൽ ശങ്കമില്ലാതെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ സാന്നിധ്യം ഫീൽ ചെയ്യുമ്പോൾ അവർ നമസ്കരിക്കും, ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമസ്കരിക്കുക. അങ്ങനെ പരമമായ പ്രേമത്തോടുകൂടി അവർ എന്നെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. നിത്യയുക്താ ഉപാസതേ അല്ലെ, അവരതാണ് ചെയ്യുന്നത്. ഈശ്വരപ്രാപ്തിയാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെയുള്ള ആ ലക്ഷ്യം ഉറപ്പ് വന്നിട്ടുള്ളവര് പുറമേ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും അവർക്ക് ലക്ഷ്യം മറക്കില്ല എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള ജോലി ചെയ്തോട്ടെ, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ലക്ഷ്യബോധം ഉണ്ടാവും. എന്താണ് എന്റെ ലക്ഷ്യം? ഈശ്വരന്റെ അടുത്തേക്ക് എത്തലാണ്, ഈശ്വരനെ നേടലാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടി എന്ത് കർമ്മം അനുഷ്ഠിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ്. അപ്പൊ നിത്യയുക്തത്വം എന്ന് പറഞ്ഞാൽ ആ ഇടതടവില്ലാതെ നിരന്തരമായ ഈ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് നിത്യയുക്തത്വം. അപ്പൊ ഇത് ഈ സ്മരണ, ആ ലക്ഷ്യം, ഈശ്വരപ്രാപ്തിയാണ് എന്റെ ലക്ഷ്യം, അത് മറക്കാതെ, അത് ഉള്ളിൽ നിന്ന് വിട്ടുപോകാതെ നിലനിർത്താനുള്ള സൂത്രങ്ങളാണ് മറ്റു കാര്യങ്ങളൊക്കെ, നാമജപവും കാര്യങ്ങളൊക്കെ.
അപ്പോ ആ ലക്ഷ്യം ഉള്ളില് നിരന്തരമായിട്ട് അതിനെ ഓർമ്മിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത്, നാമം ജപിക്കല്. എന്താണ് നാമസങ്കീർത്തനം പറഞ്ഞാൽ? സമയം കിട്ടുമ്പോ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് ഉറക്ക നിലവിളിക്കലല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇനിയിപ്പോ ഇത് കേട്ടതുകൊണ്ട് ഇനി അടുത്ത നിമിഷം മുതൽ നമശിവായ 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 ഇങ്ങനെ ഉറക്ക ജപിച്ചിട്ട് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാന്നുള്ളത് പറയുന്നുണ്ട് ഭഗവാൻ. ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് എങ്ങനെ പല രീതിയിൽ ഉച്ചരിക്കാമെന്നാണ് അത്. എങ്ങനെ വേണമെങ്കിലും ഉച്ചരിക്കാം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? എങ്ങനെ വേണമെങ്കിലും ഉച്ചരിക്കാം. എങ്ങനെയാണ്? ഒന്നുകിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരുന്ന്, ആരെയും ശല്യപ്പെടുത്താതെ ഒറ്റയ്ക്ക് ഏകാന്തമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് തുടരെ കണ്ടിന്യൂസ് ആയിട്ട് നാമം ഉച്ചരിക്കാം. അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിലോ, കുറച്ച് ആളുകൾ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഈ താല്പര്യമുള്ള, ഈ ലക്ഷ്യബോധമുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൂട്ടിച്ചേർന്നിരുന്ന ഭജന പാടാം. സത്സംഗം നമ്മൾ ചെയ്യാറില്ലേ അല്ലെ? ഭജന പാടാം, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടാം, ഭജന പാടാം. അങ്ങനെ ആവാം. ഇനി അതല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം മന്ത്രമായി സ്വീകരിച്ച് മനസ്സിലിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നാവിന്റെ തുമ്പിലിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ജപിച്ചുകൊണ്ടിരിക്കുക. ഓരോ ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നാവ് കൊണ്ട് അല്ലെ പതുക്കെ അങ്ങനെ ചെറിയ ശബ്ദത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയും ചെയ്യാം നിരന്തരമായിട്ട്. പിന്നെ വേറെ ഒന്ന് ചെയ്യാം. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ വേറെ എന്തൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ്. സർവപ്രപഞ്ചവും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. ഭഗവന്മയമായിട്ട് കണ്ട് സങ്കല്പത്തിലൂടെ തന്റെ സംഭാഷണങ്ങളൊക്കെ എന്തൊക്കെയാണോ സംസാരിക്കുന്നത് അതൊക്കെ ഈശ്വരനാമ ഉച്ചാരണമാക്കി മാറ്റാൻ സങ്കല്പത്തിലൂടെ. എന്നിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ മുഴുവൻ ഈശ്വരനാമമാണ്. അങ്ങനെ ഭാവന ചെയ്യാം. മനസ്സിലായോ? അപ്പോ എന്തിനാണത് നാമസങ്കീർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളിലെ ചിത്തമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, അതേപോലെ ഉള്ളില് എന്താണ് വികാരം കൊണ്ടുണ്ടാവുന്ന വിക്ഷോഭങ്ങൾ, അതിനെല്ലാം നീക്കം ചെയ്യാൻ, അതിനൊക്കെ നീക്കം ചെയ്ത് മനസ്സ് ശുദ്ധമാക്കാൻ നാമസങ്കീർത്തനം പോലെ വിശിഷ്ടമായ വേറൊരു സാധന ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവും? നാമസങ്കീർത്തനം പറഞ്ഞാൽ വെറുതെ മനസ്സ് വേറെ എവിടെങ്കിലും ചിന്തിച്ച് ജപം ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നതല്ല നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയും അതിലുണ്ടാവണം, ആ ഈശ്വര സ്മരണ ഉണ്ടാവണം ഉള്ളിൽ. അതോടുകൂടിയുള്ള നാമസങ്കീർത്തനം. അതുപോലെ അപ്പൊ ഉള്ളില് ചിത്തമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അത്രയും വിശിഷ്ടമായ ഒരു സാധന വേറെ ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ സാധന നാമസങ്കീർത്തനം പറഞ്ഞാൽ സഗുണോപാസകന്മാർക്കും അത് പറ്റും, നിർഗുണോപാസകന്മാർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ നാമസങ്കീർത്തനം. സഗുണോപാസന പറഞ്ഞാൽ ഒരു ഇഷ്ടദേവയുടെ രൂപം സങ്കല്പിച്ചുകൊണ്ട് നാമം ചൊല്ലുക, അങ്ങനെയാവാം. ഇനി ഇഷ്ടദേവത ഇല്ലെങ്കിൽ രൂപമില്ലാത്ത ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം, ആ ഭാവത്തിലും നാമസങ്കീർത്തനം ചൊല്ലാന്നാണ്. അപ്പൊ എന്ത് വേണം? ആ നിത്യയുക്തത്വം എന്ന് പറഞ്ഞാൽ എന്റെ ലക്ഷ്യം ഇതാണ്, അത് ആ ലക്ഷ്യബോധം നിരന്തരമായിട്ട് ആ ഓർമ്മ നിലനിർത്തുക. അതിനുള്ള വേറൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമസങ്കീർത്തനത്തിന്റെ കൂടെ തന്നെ ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി, കമ്മിറ്റ്മെന്റോടുകൂടി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. തന്റെ ധർമ്മം എന്താണോ അത് അനുഷ്ഠിക്കുക. അപ്പൊ എന്തിനാണ് ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും അല്ലെ? പുറമേയുള്ള ലൗകിക സുഖഭോഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അത് പോവാതെ അതിൽ പോയി പെട്ട് കുടുങ്ങി പോവാതിരിക്കാനാണ് അതിനെ തിരിച്ച് കൺട്രോൾ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അതിനാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. ഇനി സ്വധർമ്മം അനുഷ്ഠിക്കുന്ന എന്തിനാ? അത് നമ്മളുടെ ഉള്ളിൽ ആൾറെഡി ഉള്ള കർമ്മവാസനകൾ ക്ഷയിച്ചു പോകാൻ. അതാണല്ലോ സ്വധർമ്മം. എൻ്റെ ഉള്ളില് എന്ത് കർമ്മം ചെയ്യാനാണോ വാസനയുള്ളത് അതിനനുസരിച്ചുള്ള കർമ്മമാണ് സ്വധർമ്മം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ സ്വധർമ്മം, ഫലസംഗം ഇല്ലാതെയാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ ഉള്ളിലുള്ള കർമ്മവാസന അതിലൂടെ ക്ഷയിച്ചു പോകും. അതുപോലെ ഭഗവാന്റെ സാന്നിധ്യത്തില് പ്രണമിക്കല് അല്ലെ, നമസ്കരിക്കല്, അതൊരു ഉപായമാണ്, ഒരു മാർഗമാണ് എന്നാണ് പറയുന്നത്.
കാരണം എന്തിനാണ് ഈ നമസ്കരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തല കുനിക്കുകയാണല്ലേ നമസ്കരിക്കുക. തല കുനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതോടുകൂടി നമ്മളുടെ അഹങ്കാരമൊക്കെ കെട്ടടങ്ങുന്ന അഹങ്കാരത്തിനൊരു പാകത വരും എന്നാണ് അവര്. തല കുനിക്കുക ഭഗവാന്റെ സാന്നിധ്യത്തിൽ തല കുനിക്കുമ്പോൾ അഹങ്കാരമൊക്കെ ഒന്ന് പാകപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരീരം കൊണ്ടല്ലേ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലർക്ക് ശരീരം ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, നമസ്കരിക്കാനും പ്രണമിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താ ചെയ്യാ? മനസ്സുകൊണ്ട് ഈശ്വരനെ പ്രണമിക്കാം. മനസ്സുകൊണ്ട് എപ്പോഴും ഈശ്വരൻ, അതെപ്പോ വേണമെങ്കിൽ ചെയ്യാലോ മനസ്സുകൊണ്ട് നമസ്കരിക്കില്ല അല്ലെ. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനം മറ്റൊരു വേല ചെയ്തിടേണ്ട മോക്ഷത്തിന്. മനസ്സാകുന്ന പുഷ്പം കൊണ്ട് ഭഗവാനെ അർപ്പിക്കുക. പൂജ ചെയ്യുന്ന ആൾക്ക് മോക്ഷത്തിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ ഇവിടെ മനസ്സുകൊണ്ടും ഈശ്വരനെ പ്രണമിക്കാം എന്നാണ് അവർ. അപ്പോ എല്ലായിടത്തും ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതോടുകൂടി എന്ത് സംഭവിക്കുക? ഈ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം കാണുന്നുണ്ടോ, എന്തൊക്കെ രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ, പ്രപഞ്ച ഘടകങ്ങൾ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ, അതൊക്കെ ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പ്രണമിക്കാം. മനസ്സുകൊണ്ട് പ്രണമിക്കാം, അതാണ് പ്രധാനം. കാരണം അല്ലാണ്ട് ശരീരം കൊണ്ട് ഈ കാണുന്നതിനൊക്കെ പ്രണമിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് എണീച്ചിടക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഈശ്വരനാണ്. അപ്പൊ കാണുന്നതിനെ മുഴുവൻ നമസ്കരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കുറെ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണീച്ചിടക്കാൻ പറ്റില്ല. ശരിയല്ലേ? ശരീരത്തിന് ഒരു പരിധിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? മനസ്സുകൊണ്ട് പ്രണമിക്കാം. പിന്നെ മാത്രമല്ല, പുറമേ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നതിനെ മുഴുവൻ നമസ്കരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. മാത്രമല്ല, ആളുകൾ പിന്നെ നമ്മളെ വേറെ പേരിട്ട് വിളിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനസ്സുകൊണ്ട് പ്രണമിക്കാം, എല്ലാ രൂപങ്ങളെയും പ്രണമിക്കാം എന്നത് ഈശ്വരനായി കണ്ടുകൊണ്ട്. മനസ്സിലായോ? അപ്പോ ഈ നിത്യയുക്തത്വം എന്ന് പറഞ്ഞ അതിനെ ഉറപ്പിക്കുന്നത് അത് തന്നെ ഒരു ഭക്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭഗവത് ഭജനം കൊണ്ട്, നാമസങ്കീർത്തനം കൊണ്ട് ഉള്ളിലെ ചിത്തമാലിന്യങ്ങൾ നീങ്ങും. അങ്ങനെ ചിത്തപ്രസാദം വളരാൻ തുടങ്ങും, ചിത്തപ്രീതി വളരാനായിട്ട് തുടങ്ങും. അത് വളരും തോറും ഈശ്വരനോടുള്ള പ്രേമം വർദ്ധിക്കും എന്നാണ്. ഭഗവത് പ്രേമം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനോടുള്ള അങ്ങേയറ്റത്തെ പ്രണയം, പ്രേമം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനോടുള്ള സ്നേഹം, പ്രേമമാണ് ഭക്തി. അപ്പൊ ഈ ഭജനം അല്ലെ, ഈശ്വര നാമസങ്കീർത്തനം പ്രേമത്തെ ഉറപ്പിക്കും, തിരിച്ചും പ്രേമം ഭജനത്തെയും ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നിത്യയുക്തന്റെ ഈശ്വര ഭജനം, ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ആ വ്യക്തമായിട്ട് സത്യം എന്താന്ന് ബോധ്യം വന്നിട്ടുള്ളവര്, വസ്തുബോധനം വന്ന നിത്യയുക്തന്മാര്, അവരിനി ജ്ഞാനയജ്ഞം കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കുക എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ജ്ഞാനയജ്ഞം കൊണ്ട് അവരെങ്ങനെയാണ് ഉപാസിക്കുക, അത് നമ്മൾക്ക് നാളെ നോക്കാം. ആ കാര്യങ്ങൾ നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്. ഇതൊക്കെ കേൾക്കുന്നതൊക്കെ ഉള്ളില് എടുത്തു വെക്കണ്ടല്ലോ അല്ലെ? അതോ കേട്ട് കളയാണോ? കേട്ടതിങ്ങനെ ഓർമ്മ വെക്കണം. നല്ല മനസ്സുള്ളവരെ ചൊല്ലണോ? ആരാണ് ഈ നല്ല മനസ്സുള്ളവര്? അതാണ് മനസ്സിലാവാത്തത്. നല്ല മനസ്സുള്ളവർക്കും ചൊല്ലാം, നല്ല മനസ്സുള്ളവർക്കും ചൊല്ലാം. നല്ല മനസ്സുള്ളവർ ചൊല്ലുമ്പോ ഒന്നുകൂടി ഒരു ഉറപ്പ് കിട്ടും അതില്. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. തന്നിൽ തന്നെ വിശ്രമിക്കൂ. സമിധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര
സംഘച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനത. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ. സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം. സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി. സമാനീവ ആഗോദി സമാനാ ഹൃദയാനി വഹ. സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധീഭ്യഃ. നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.